വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആരുണ്ടായി വിചാരിച്ചിട്ട് വന്നോ. പൂണ്ടി എത്തിയ ശേഷം ഇവിടെ എത്തിയ ശേഷം അത് തിരിച്ചാണ് സംസാരിക്കും തോട്ടി തരാണ് ഞങ്ങളീ പരിപാടി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരു പുതിയ വ്ളോഗ്. കഴിഞ്ഞ ഞങ്ങളെ വ്ളോഗ് ഞങ്ങളെ വ്ളോഗ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഈ റിസോർട്ട് ഈ ഒരു റൂമാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ പോകാൻ പോവായിരുന്നു. പിന്നെ ഞങ്ങൾ പോകാൻ പോവാണ്. അപ്പം ഗുണാക്കേവിൽ പോകണം എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യും, ഇവിടുന്ന് ലൊക്കേഷൻ ഇട്ട് ഇവിടുന്ന് 6 കിലോമീറ്റർ ഗുണാക്കേവിക്ക്. അവിടുന്ന് ഞങ്ങളെ കൂക്കാലും പൂണ്ടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെ നടക്കുന്നു എനിക്ക് ഒരു ഇതുമില്ല അറിയും. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. പിന്നെ നാട്ടിക്ക് പോണല്ലോ. അപ്പം എന്ത് ചെയ്യാം, അപ്പം പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും നമുക്ക് നേരെ പോയി കളയാം. ഈ ബ്ലൂപ്പ് അടിച്ച് മേടിച്ചു ഇനി എന്ത് പിടിച്ചോളൂ. അപ്പം ഞങ്ങൾ ഇവിടെ ഗുണാക്കേവ് വെച്ച് ഇടയ്ക്ക് അപ്പം ചെക്കന്മാരവിടെ പാർക്കിങ് പിന്നെ ഹെൽമെറ്റൊക്കെ കൂടെ വെക്കാൻ അറിയാനില്ല. അപ്പം ഇങ്ങനെ നോക്കി നമ്മുടെ കുറേ ഷോപ്പും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഗൈസ് പരിപാടി. പിന്നെ ഞങ്ങൾ എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയോ? അറിയാമെന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ ഗുണാക്കേവിക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്താണ്. ഗുണാക്കേവ് ഏരാള പരിപാടിയൊക്കെ കേട്ടോ. ഇവിടെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ടാക്കും നോക്കാച്ച് ഞങ്ങൾ രണ്ടാളും കൂടി വന്നതാണ്. ഒറ്റ സ്ട്രെച്ചിലൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യം. ഞാനൊരു മാല മേടിച്ചു. സത്യം പറഞ്ഞെങ്കിൽ മാല തീരെ ഇഷ്ടമില്ല. ഇപ്പൊ ഞങ്ങള് ചേച്ചിന്റെ വീഡിയോയിലോട്ട് മുട്ട ചോക്ലേറ്റ് മേടിക്കും. ഏകദേശം ഫസ്റ്റ് ഷോപ്പാണ്. എല്ലാവരും ഇവിടെ വരിക. അപ്പൊ മാല ഈ സാധനം ഇത് ഇഷ്ടമല്ല. ബട്ട് വെറുതെ ഒന്ന് മേടിച്ചിട്ടാ. പക്ഷെ ഇത് ഉമ്മ കണ്ട പായിപ്പിക്കും, വല്യമ്മ കണ്ട ഓടിക്കും, വല്യപ്പ കണ്ട അടിച്ച് പായിപ്പിക്കും. എനിക്ക് അറിഞ്ഞിട്ടല്ല. ഇപ്പൊ വെറുതെ ഇത് മേടിച്ചു. പക്ഷേ ഇത് നാല് ശരിക്കിടാൻ പാടില്ല. നിങ്ങളാരും ഇടണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ. പിന്നെ വാജി കഴിച്ചതിന് ഓളൊക്കെ അവൻ്റെ കുട്ടിക്ക് അവൻ്റെ കുട്ടി കഴിച്ചതിന് പിന്നെ സെയിന് എന്തൊക്കെ തിന്നുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗുണാക്കേവ് കയറാൻ പോകണേ. എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യണം. കോട ഇറങ്ങുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ ഓക്കെ, പറഞ്ഞ പോലെ ഗുണാക്കേവിലോട്ട് കയറട്ടെ. ചോക്ലേറ്റ്സ് എല്ലാം മേടിച്ചു. നമ്മുടെ ചേച്ചിയുടെ കട ചേച്ചിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സീനില്ല. ചിരിച്ചല്ലേ ചേച്ചി കുറേ ചോക്ലേറ്റ് തന്നു. എത്ര തിന്നു ഒരു പാക്കറ്റിനുള്ളിൽ ഞങ്ങൾ തിന്നു കൊടുത്തു. എല്ലാവർക്കും വെറുതെ ചോക്ലേറ്റ് തന്നു ഇങ്ങനെ തീറ്റിച്ച. ഇങ്ങനെയൊക്കെ ആൾക്കാരെ സ്നേഹിക്കാൻ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഗുണാക്കേവല്ല സത്യം ഒരു ഗുണാക്കേവല്ലല്ലോ. വേറെ സ്ഥലത്ത് പാറൻ്റെ അടിയിൽ കൂടിയാണ് ഞങ്ങൾ ഗുണാക്കേവ്. ഞങ്ങൾക്ക് എത്ര അറിയാം, ഞങ്ങൾ 6 പൊട്ടന്മാര്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യട്ടെ, നീ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി വെക്കട്ടെ. നമുക്ക് ഞാൻ പോയി കയറി ഗുണാക്കേവ്. ഗുണാക്കേവിൽ എന്താ പറയുക, ഗുണാക്കേവിൽ വേറെ കഞ്ഞി അവിടുന്ന് ഫോട്ടോ എടുത്തപ്പോൾ സാധാരണ കണ്ടിരുന്ന ട്രെൻഡാണ് മഞ്ഞുമൽ ബോയ്സ്. ആ പരിപാടി ഇല്ലട്ടോ, ഒന്നുമില്ല. ചതച്ചൊടുങ്ങി ചില മഞ്ഞ് വരുന്നുണ്ട്. സുഭാഷ പറഞ്ഞേ. പക്ഷെ കേറ്റാരാ ജ്യൂസാ എന്താ ജ്യൂസ് അടിയാ ജ്യൂസ് അടി വേണ്ടി ഗോളീസ് ഡ്രൈവർ ഞാൻ അവിടെ ഗോളീസ് ഓടിക്കാൻ ഇഷ്ടം. ഓടിച്ചില്ല ഗോളീസ് ഡ്രൈവർ ഞാൻ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആരുണ്ടായി വിചാരിച്ചിട്ട് വന്നോ. സ്കൂട്ടികൾ മാത്രം. കൊടൈക്കനാൽ ഗുണാക്കേവിൽ ആളുകൾ അധികമായതുകൊണ്ട് ഞങ്ങൾ തിരിക്കുന്നു. പിള്ളേർ ഇതല്ലല്ലോ, ചെക്കന്മാരെ താടി ഇറങ്ങണ്ട്. പോട്ടെ, ഇനി എന്തെങ്കിലും കണ്ടേ കാണിക്കും. ഗുണാക്കേവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മഞ്ഞിങ്ങനെ കയറിയുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഞങ്ങളിന്ന് നേരെ പോകുന്നുണ്ട് ഗുണാക്കേവ് എന്നല്ല, നേരെ പൂണ്ടി. നേരെ നമുക്ക് എന്ത് ചെയ്യാം, പൂണ്ടി ഇങ്ങനെ ചെറിയ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ പൂണ്ടി പോകുന്ന വഴി കാണിച്ചത്. അപ്പം ഞാൻ നേരെ ഓഫ് ടു പൂണ്ടി ഗൈസ്. പൂക്കാലെത്താൻ വെറും ഒരു 7 കിലോമീറ്റർ കൂടി ഞാൻ കൂടിയാൽ മതി. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഒരു കടയിൽ ചായ അടിച്ചാൽ നിർത്തിയതാണ്. കട ഞാൻ വരുന്നത് പക്ഷെ കുറച്ച് സീനാണ്. ഈ ചങ്ങായി രണ്ടാമത്തെ കുത്തുന്നത് ഇങ്ങനെ ഒരു കട. പക്ഷെ അപ്പോൾ വന്നപ്പോൾ ഇവിടെ ഊണും പരിപാടിയൊക്കെ ഉണ്ട്, ഊണും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്തി. വ്യൂ അടിപൊളി കേട്ടോ. ഇവിടെ കുറേ കാണാനുണ്ട്. എന്താ
പറയുമ്പോൾ പക്ഷേ ക്യാമറ കാണുന്നതിനെക്കാട്ടി ഭംഗിയുണ്ട്. കാരണം പുല്ല കുറച്ച് പച്ചപ്പെന്നൊക്കെ വിട്ടിരിക്കണം. അതാണ് ഇതാണ് സ്ഥലം. നമ്മളിവിടെ ചായ കുടിക്കാൻ വന്നതാണ്. ഈ പശു നമ്മളെ വണ്ടി കടർത്തിയിട്ടുണ്ടോ? ഈ പശു കുറച്ച് സീനാണ്. അവിടെ നാടത്തിലല്ല അതിന് ഞങ്ങളെല്ലാം ഒന്നാളുണ്ട് ഇതിനുള്ളിൽ. നമ്മളെ ഇതിലുള്ള കാരണം അപ്പോൾ ഇല കിട്ടി. അപ്പം തിന്നുള്ള പരിപാടി ഇവിടെ തിന്നണ ചോറ് വെച്ചാൽ ഇവിടെ വൻ ചിരിങ്ങ. ഞാൻ പപ്പടം വന്നിട്ട് ചോറ് നോണ്ടിരുന്നോ. അത് ചോറ് നല്ല പെരിയൊക്കെ ആക്കിയത് കൊണ്ടോണ്ടിരുന്നു. ടൈം എടുക്കും. ചാറ് എടുത്തിട്ട് 3 മണിക്ക് ഇവിടെ വിടണ്ടേ? 3 ഇനി വരി പോവാ. ഹിന്ദിയിലൊന്നും പറഞ്ഞല്ലേ തമിഴില് പറയും. ഈ വീഡിയോ കാണണ ചിലപ്പോ ഞാൻ തന്നെ കയറി കാണാം. പറയും ഒന്ന് തമിഴിലൊന്ന് പറയും. അതിങ്ങനൊന്നും പറവാല്ലേന്ന് പറയുന്നത് എന്നെ ഹിന്ദി കേട്ടാലേ തമിഴ്. അപ്പം തിന്നാ ചേട്ടാ പപ്പടത്ത് കാത്തിരുന്ന് വന്നത് ഓംലേറ്റ് ഇപ്പം കൂട്ടാം. അച്ചാറുണ്ട് എടുത്തിട്ട്. അച്ചാർ പോന്നില്ലല്ലോ ഇപ്പം. അത് കൊടുത്തില്ല ഇവിടെ അടിച്ചു പൊളിച്ചതറിയാ. ഞങ്ങള് പൂണ്ടി എത്തിയിട്ടുണ്ട്. പൂണ്ടി എത്തിൻ്റെ ശേഷം അവിടെ എത്തിൻ്റെ ശേഷം അവിടെ തിരിച്ചാണ്. ഇത് സംസാരിക്കണേ എത്ര ഓടി 32 കിലോമീറ്റർ ഓടിയിട്ട് ചിലതൊന്നും ഉള്ള അറിയണില്ല. എന്നിട്ട് റിട്ടേൺ പോവാന് ചാടിക്കോ. ഓക്കെ വീടൊക്കെ നോക്കി മനസ്സിലായി. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാണാനുണ്ട് എന്നാ ബലി പറയുന്നത്. എന്തായാലും നോക്കി കളയാം. പോകല്ലേ പോകാണ് അപ്പോഴാ വൈബ്. അവിടെ വെള്ളം ഉണ്ട്, അരുവിണ്ട് അല്ലേ. പിന്നെ ആണിപ്പം ഇവിടുത്തെ അവസ്ഥ. പക്ഷെ ഇവിടുത്തെ സ്ഥലം നോക്കി അമ്പല. ശരി കേട്ടോ. ചൂണ്ടനില്ല ഇത് പുല്ലൊക്കെ നോക്കി. ഈ ഇവിടെ വൈബുണ്ടാ. പോയിക്കോ കിട്ടുന്ന അടിക്കൊക്കെ പോയിക്കോ. കിട്ടുന്ന അടിയൊക്കെ മേടിച്ചോ. കിട്ടുന്ന അടിക്കൊക്കെ പോയിക്കൊക്കെ പോണേ. അപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾ പോട്ടെ. ചെങ്കേ ഇപ്പോൾ പോള പരിപാടി ആക്കട്ടെ. നേരെ കൂക്കാൽ കയറുക, നാട്ടിൽ വിടുക. കൂക്കാലും കൂടി ഒരു പരിപാടി കഴിഞ്ഞു. കാരണം വെയ്യ തണുക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് പൊതച്ചു മൂടി ഒന്ന് ഉറങ്ങണം. ഞങ്ങൾക്ക് പക്ഷെ വീട്ടിലത് മോശം ചൂട് കിട്ടും, അത് വേറെ കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണേ. അപ്പം ചായ കുടിച്ചു പരിപാടിയൊക്കെ അങ്ങനെയാണ്. ചോറൊക്കെ തിന്നു. എന്നാ പോട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ പൂണ്ടീനെ തിരിച്ചു വന്നു. ഇപ്പോൾ കൂക്കാൽ അല്ല കൂക്കാലിക്കുള്ള റോഡാണ് ഈ കാണുന്നത്. അത് പൂണ്ടി റോഡ്, ഇത് കൊടൈക്കനാൽ റോഡ്. അപ്പോൾ ഞങ്ങൾ നേരെ പോണേ. അപ്പോൾ എന്തായാലും പോയി കളയാം. ഇതാണ് കൂക്കാലിൻ്റെ റോഡ്. അപ്പോൾ എന്തായാലും പോണ്ടേ, പോയി കളയാം. അപ്പോൾ ഞാൻ കൂക്കാലിലെത്തി. ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ എന്തോ ഒരു വ്യൂ കണ്ട് നമുക്ക് വീട്ടിലിരുന്നു. ഈ വ്യൂ മാത്രമല്ല ഇതിൻ്റെ ബാക്കി തന്നെ ആയിരിക്കും. ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് ഗുഡ്. നല്ല പരിപാടി. വളരെ നോക്ക് കിടക്കി. ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഇപ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷേ നൈസാണ്. ഞങ്ങളെ പക്ഷെ കുറച്ച് ഫോഗുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും. ബട്ട് നൈസ്. അടിയിലൊക്കെ നിൽക്കുന്ന സ്ഥലമുണ്ട്. പോയൊക്കെ എന്തെങ്കിലും അടിയിലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ. ജസ്റ്റ് പോയി വെക്കാം, വ്യൂ പോയിന്റ് കാണാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ്. അപ്പം ഇതാണ്. ഇവിടുന്ന് ഇങ്ങനെ കാണാം. ഇവിടുന്ന് അവിടേക്ക് പോകാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ പോകണ്ട, നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ വ്യൂ പോയിന്റ്. ഇനി നമ്മൾ ഇൻസ്റ്റയിൽ റീലിലൊക്കെയാണ് ഒരു വീട്. ഇതിന് മേലെ അതാണെന്ന് തോന്നുന്നുണ്ട്.
ഇൻസ്റ്റാഗ്രാമില്. അപ്പം അതാണ് അപ്പൊ എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ്. പക്ഷെ കാണാൻ നൈസാണ്. പക്ഷെ കോഡ് ഇറങ്ങിയതാണെന്ന് എന്താ അറിയോ, ലെയറിന്റെ ബാക്ക് എടുക്കണായിട്ടുണ്ട്. ഫോഗ് ഇടാണ്, ഒരു ലെയറിന്റെ ഷാഡോ എടുത്താണ് മറ്റേ ലെയറിന്റെ ബാക്കിൽ ഇടുക. അതുമാതിരിയുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പരിപാടി. പറ്റുള്ളൂ. അപ്പം പറഞ്ഞാ അപ്പൊ അപ്പൊ ഞാൻ ആ ഇൻസ്റ്റ കണ്ട റീലും കൂടി കാണിച്ചു തരാൻ പറ്റുമോ? കേട്ടോ മറ്റേ കുടിലിനൊക്കെ കുക്കാലത്തൊക്കെ പെർ ഡേ 50 rupees. എന്താന്ന് വെച്ചാല് റീലിൽ കാണണേ അവിടെ ആ ജസ്റ്റ് വ്യൂ ഉണ്ട്. ഈ വ്യൂ ഉള്ളൂ. അവിടെ ആരാളുണ്ട് വെറുതെ 300 റുപ്യ ഇടുന്നത്. അല്ല നല്ലത് എന്തിനാ വെറുതെ 300 റുപ്യ ഇടുന്നത്. അപ്പം നമ്മൾ തിരിച്ചിങ്ങനെ ഇറങ്ങട്ടെ. ഇനി സ്ട്രൈറ്റ് നമുക്ക് നാട് വിടാൻ പറ്റുമോ നോക്കട്ടെ. 305 കിലോമീറ്റർ ഉണ്ട് കൂക്കാലിൽ നിന്ന് ഞങ്ങളുടെ നാട് കൊളപ്പുറം ആ ഭാഗത്ത്. പോയി കണ്ടു കളയാം. പോയി കളയാം. നാട്ടിൽ നേരെ വിടുക. ബാക്കി നമുക്ക് പിന്നെ സാധനം എന്തെങ്കിലും നിങ്ങൾ സ്പെഷ്യൽ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഏത് അപ്പോൾ കേസ് ഇപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ നാട്ടിലെത്തി. 12 ആനയിൽ തോട്ടിൽ തരാണ്. ഇനിയൊരു യാത്ര ബൈക്കുമില്ല കൊടൈക്കനാലിൽ. മതിയായി. എല്ലാ ഒരുപാടുണ്ട്. അപ്പം എന്ത് ചെയ്യട്ടെ, പരിപാടി നിർത്തട്ടെ, വീട്ടിൽ പോട്ടെ, ഇതിൽ കഴിക്കട്ടെ. കരഞ്ഞ് ശരിക്കും പറയാം. 12 ആനയിൽ തോട്ടിൽ തരാണ് ഞങ്ങളീ പരിപാടി. അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ. ഈ വീഡിയോ ഇറങ്ങുമെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ.